നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പി.വി. അൻവർ ഒരു സ്വാധീനവും ചെലുത്തില്ലെന്ന് CPM മലപ്പുറം ജില്ലാ സെക്രട്ടറി വി.പി. അനിൽ. അൻവറിന് മണ്ഡലത്തിൽ ഒന്നും ചെയ്യാനാവില്ല. പാർട്ടിയുടെ അടിയുറച്ച വോട്ടുകളാണ് നിലമ്പൂരിൽ 2 തവണയും വിജയം സാധ്യമാക്കിയത്. നിലമ്പൂരിലെ സ്ഥാനാർത്ഥി ചിലപ്പോൾ സ്വതന്ത്രനാകാം, മുതിർന്ന നേതാവാവാം, ഇതല്ലെങ്കിൽ യുവപ്രവർത്തകനാകാം. ആരായാലും LDF മണ്ഡലം നിലനിർത്തുമെന്ന് വി.പി. അനിൽ ന്യൂസ് 18നോട് പറഞ്ഞു. നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് അക്ഷരാർത്ഥത്തിൽ ഇടതുപക്ഷ സർക്കാരിന് മുമ്പിൽ ഒരു വലിയ പരീക്ഷണമാണ്. ഒരു വർഷം കഴിഞ്ഞ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സർക്കാരിനെ കൂടി അളക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും നിലമ്പൂരിലേത്. നമ്മോടൊപ്പം ചേരുന്നത് CPMന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറിയാണ് ശ്രീ വി.പി. അനിൽ. സർക്കാരിനെ വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ എങ്ങനെയാണ് പ്രതീക്ഷകൾ? സർക്കാരിനെ വിലയിരുത്തട്ടെ. കാരണം സർക്കാരിനോടൊപ്പം നിലമ്പൂർ അസംബ്ലി മണ്ഡലം 8 വർഷക്കാലം നിന്നു. ആ 8 വർഷക്കാലത്തിനിടയിൽ നിലമ്പൂരിൻ്റെ ഇന്ന് വരെയുള്ള ചരിത്രത്തിൽ ഇല്ലാത്ത രൂപത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടന്നിട്ടുള്ളത്. അത് ഇടതുപക്ഷം വിജയിപ്പിച്ചിട്ടുള്ളൊരു MLAയിലൂടെ. ആ MLA ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭാഗമാണ് എന്നുള്ളതുകൊണ്ട് ഏതാണ്ട് 1600 കോടിയിൽ പരം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് വ്യത്യസ്ത തലങ്ങളിൽ അവിടെ നടന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ 18 പ്രളയ ദുരന്തമുണ്ടായി, അതിൻ്റെ പുനരധിവാസം, അന്ന് തകർക്കപ്പെട്ടിട്ടുള്ള എല്ലാ റോഡുകൾ, പാലങ്ങൾ എല്ലാം പുനഃസ്ഥാപിക്കപ്പെട്ടു. എന്നതിനോടൊപ്പം തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ലൈഫ് പദ്ധതിയിലൂടെ ദരിദ്രർക്കുള്ള വീടുകൾ, അങ്ങനെ നിലമ്പൂരിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത രൂപത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ആ മണ്ഡലത്തിന് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായ ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇടതുപക്ഷത്തിന് കഴിയുന്നത്. UDFന്റെ ഉറച്ച മണ്ഡലമായിരുന്ന നിലമ്പൂര് പി.വി. അൻവറിന്റെ വ്യക്തിപരമായ മികവ് കൂടി ഒരു ഘടകമായിരുന്നു പിടിച്ചെടുക്കുന്നതിൽ. ആ അൻവറാണ് ഇപ്പോൾ UDFന്റെ ഭാഗത്ത് നിന്ന് മണ്ഡലം UDFന് തിരിച്ചു കൊടുക്കുമെന്ന് പറയുന്നത്. അൻവറിന്റെ സാന്നിധ്യം കരുത്താകുമെന്ന് കോൺഗ്രസ് നേതാക്കളൊക്കെ ഒരേപോലെ പറയുകയും ചെയ്യുന്നു. അൻവറിന്റെ ഈ ഒരു മറുവശത്തേക്കുള്ള മാറ്റം LDFനെ ഏതൊക്കെ തലങ്ങളിലാവും പ്രതിഫലിക്കുക? അദ്ദേഹം ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിന്നതിൻ്റെ ഭാഗമായിട്ടാണ് വിജയിക്കാനായത്. ഇടതുപക്ഷത്തിന് എപ്പോഴും പൂർണ്ണമായും കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷ മണ്ഡലമായിരുന്നില്ല. പക്ഷെ ഇടതുപക്ഷത്തിന് ശക്തമായ ഒരു വോട്ടിംഗ് അടിത്തറയും പാർട്ടി ബേസുമുള്ള സ്ഥലമാണ് നിലമ്പൂർ. അപ്പോൾ ആ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വിജയം ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ തുടർ വിജയത്തിൽ അദ്ദേഹം തന്നെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്, എൻ്റെ വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെയും അതിന് നേതൃത്വം നൽകുന്ന പിണറായിയുടെയും വോട്ടിൻ്റെ പിൻബലത്തിലാണ് ഞാൻ ജയിച്ചിട്ടുള്ളത് എന്നുള്ളത് അദ്ദേഹം തന്നെ പത്രക്കാരോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ബോധ്യത്തിൽ നിന്നാണ് ആ കാര്യം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത്രമാത്രം ഇടതുപക്ഷത്തിൻ്റെ അടിത്തറ അവിടെ ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളിലൂടെ വിപുലീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ആ അടിത്തറ ശക്തമാണ്. ഇദ്ദേഹം പോയി എന്നുള്ളതുകൊണ്ട് ആ അടിത്തറയ്ക്ക് ഒരു തകരാറ് സംഭവിച്ചിട്ടില്ല. പാർട്ടിയാകെ തകർന്നു പോവും, ഒലിച്ചു പോവും എന്നുള്ളതായിരുന്നല്ലോ അദ്ദേഹം മാറുമ്പോൾ ഉണ്ടായിരുന്ന പ്രതീതി. പക്ഷേ ഒരു കുഞ്ഞുപോലും പാർട്ടിയിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. ഒരു സ്വാധീനം ഉണ്ടാക്കില്ല എന്നാണോ അങ്ങ് പറയുന്നത്? ഒരു സ്വാധീനവും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അൻവർ ഉണ്ടാക്കാൻ വേണ്ടി കഴിയില്ല. അത് ഇതിനോടകം തന്നെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം എടുത്തുള്ള നിലപാടുകളുടെ ഭാഗമായി അദ്ദേഹത്തിനാണ് നഷ്ടം സംഭവിച്ചിട്ടുള്ളത്. ഇടതുപക്ഷത്തിന് യാതൊരു വിധത്തിലുള്ള നഷ്ടവും ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. അത് നഷ്ടം സംഭവിച്ചു എന്നുള്ളത് രാഷ്ട്രീയ കേരളം വിലയിരുത്തപ്പെട്ടിട്ടുള്ള കാര്യമാണ്. നിലമ്പൂരിൽ സ്വതന്ത്ര പരീക്ഷണങ്ങൾ ആവർത്തിക്കുമെന്ന് കരുതാമോ? സ്വതന്ത്ര പരീക്ഷണം എന്നുള്ളത് ഇദ്ദേഹം പോയി എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കുന്ന ഒന്നല്ല. ഞങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പമുള്ള സഹയാത്രികരെ പാർലമെൻ്ററി രംഗത്തും പാർട്ടി രംഗങ്ങളിലുമെല്ലാം അവർക്ക് ഉള്ള ഇടം നൽകിക്കൊണ്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ രീതി. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടം വരുമ്പോൾ അവിടെ സ്വതന്ത്രം വേണോ, അനുയോജ്യരായിട്ടുള്ള ആളുകളുണ്ടോ
പാർട്ടി ലീഡർഷിപ്പ് എന്നുള്ള ആളുകൾ വേണോ എന്നുള്ളത് തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്തതിന് ശേഷമാണ് പാർട്ടി അതിനെക്കുറിച്ച് ആലോചിക്കുക. അപ്പോൾ തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്യട്ടെ, അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കും. പ്രതീക്ഷിക്കുന്നുണ്ടോ UDF അതൃപ്തരായുള്ളവർ ഈ ഒരു തെരഞ്ഞെടുപ്പ് സഹകരിക്കാൻ തയ്യാറാകുമെന്ന്? UDF അതൃപ്തർ നോക്കിയിട്ടല്ലോ നമ്മൾ നിലപാടുകൾ സ്വീകരിക്കുക. അത് ഇപ്പോൾ UDF ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകൾ അവിടെ നിന്നുണ്ട്. അവർക്ക് അസംതൃപ്തി ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ പുറത്തു വരട്ടെ. പുറത്തു വന്നിട്ട് അവരുടെ അസംതൃപ്തി അല്ലെങ്കിൽ അവരുടെ വിയോജിപ്പ് എന്താണ്, ഏത് തരത്തിലുള്ള വിയോജിപ്പാണ് എന്നുള്ളത് അവർ പറയട്ടെ. പറയുമ്പോൾ നമുക്ക് യോജിക്കാൻ പറ്റാവുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നിലപാടുകൾ നമ്മൾ വ്യക്തമാക്കപ്പെടും. നിലമ്പൂരിൽ വിജയിക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷ? തീർച്ചയായിട്ടും. കാരണം 8 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന പ്രവർത്തനങ്ങൾ നേരിട്ടറിയുന്നവരാണ് അവിടുത്തെ ജനത. അവർക്ക് തുടർന്നും ഈ ഗവൺമെൻറ്റിനോടൊപ്പം ചേർന്ന് ഇപ്പോൾ തുടങ്ങി വെച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കണമെന്നുള്ള ആഗ്രഹം അവർക്കുണ്ട്. അപ്പോൾ അവരുടെ നേരത്തെ ഉണ്ടായിരുന്ന ജനപ്രതിനിധി അവരൊഴിവാക്കിയാലും അവർ പുതിയ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന കരുത്തനായ ഒരു ജനപ്രതിനിധിയെ അവർ കണ്ടെത്തും. കാരണം വിലയിരുത്തലാകുമെന്ന് പറയുമ്പോൾ അത് രണ്ട് തരത്തിലും വ്യാഖ്യാനിച്ചൂടെ? ഫലം എതിരാണെങ്കിൽ ഈ രണ്ടാം വട്ടം വന്ന പിണറായി സർക്കാരിനോട് ഉള്ള ജനങ്ങൾക്ക് പിന്തുണ ഇല്ലാത്തതാണെന്ന് വ്യാഖ്യാനിച്ചു. അല്ല, അത് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം അത് വന്നല്ലോ. അവിടെ കേരളത്തിലെ ജനങ്ങൾ സ്വീകരിച്ചുള്ള നിലപാടുകൾ എന്താണ്? ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അത് ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും. ആത്മവിശ്വാസത്തോടെ തന്നെയാണ് ഒരുങ്ങുന്നത്. തീർച്ചയായിട്ടും. നിലമ്പൂരിൽ വിജയം ആവർത്തിക്കാനാകും, മണ്ഡലം നിലനിർത്താനാകും, അൻവർ ഒരു സ്വാധീനവും ചെലുത്തില്ല എന്ന് CPM വിലയിരുത്തുമ്പോൾ നമുക്ക് തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെക്കുറിച്ചൊന്നും ഇപ്പോൾ പറയാനായിട്ടില്ല എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ് CPM നേതൃത്വം. അഖിലോട്ട് പാർക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18.